ഗൈസ്, നിങ്ങൾ അറിഞ്ഞ ഒരു സന്തോഷ വാർത്തയുണ്ട്. ആക്ച്വലി സനൽ ഇടമറുക് എന്ന് പറയുന്ന തീവ്ര യുക്തിവാദി, അങ്ങനെ തന്നെ പറയണം, വെറും യുക്തിവാദിയല്ല, തീവ്ര യുക്തിവാദി. സനൽ ഇടമറുകിന്റെ അപ്പൻ ജോസഫ് ഇടമറുക് പോലും ഇത്രയും വലിയ യുക്തിവാദി ആയിരുന്നിരിക്കത്തില്ല. അത്രത്തോളം തീവ്രമായ യുക്തിവാദ ചിന്ത തലയിൽ കയറി ഇന്റർപോൾ പിടിക്കപ്പെട്ടു. ഇന്റർപോളൊക്കെ പിടിക്കാനും മാത്രം അത്രയും വലിയ പണിഷ്മെന്റ് എന്താണ്? മതനിന്ദയാത്രേ. പുള്ളി കുറേ നാൾ യൂട്യൂബിൽ ക്ലബ് ഹൗസിൽ കിടന്ന് തുടിച്ച് മറിയുന്നുണ്ടായിരുന്നു. എല്ലാ കമ്മ്യൂണിറ്റിക്കെതിരെയും പുള്ളിയുടെ ശബ്ദം ഉയർന്നു കേട്ടു. പക്ഷെ കൂടുതൽ ഉയർന്നു കേട്ട ശബ്ദം ഇസ്ലാം കമ്മ്യൂണിറ്റിക്കെതിരെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സനൽ ഇടമറുകിൻ്റെ സ്ഥിരം ആൾക്കാരായിരുന്നു ഈ യൂട്യൂബിൽ ക്ലബ് ഹൗസിലുള്ള മെയിൻ ആൾക്കാരെല്ലാം തന്നെ. ഭയങ്കര സ്നേഹമാണ്. സനൽ ഇടമറുക് ഭയങ്കര സാധനം, ഭയങ്കര സൂപ്പറാ. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്, ജോസഫ് ഇടമറുക്. ആദ്യമായിട്ടൊക്കെ തന്നെ ഖുർആൻ്റെ പരിഭാഷയും അതിനെയൊക്കെ വിമർശിച്ച ആളും, അതേപോലെ കൃഷ്ണനെ വിമർശിച്ച ആളും, പിന്നെ ഈ കാത്തോലിക്ക സഭ മൊത്തം ക്രൈസ്തവ സഭ തന്നെ പുള്ളിയെ മഹറൂൺ ചൊല്ലി പടിക്ക് പുറത്താക്കി പിണ്ടം വെച്ചത് ഇദ്ദേഹത്തിനെയാണ്. അങ്ങനെ വേറെ ആരെയും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. അത്രത്തോളം തീവ്രമായ യുക്തിവാദ ബോധം ചിന്ത തലയിൽ കയറിയ ഒരു വ്യക്തിയാണ് ജോസഫ് ഇടമറുക്. അദ്ദേഹത്തിൻ്റെ മകനാണ് സനൽ ഇടമറുക്. സനൽ ഇടമറുക് പറഞ്ഞത് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റത്തില്ല. അത് ഈ യുക്തിവാദികൾ അഭിനയിക്കുന്ന യവന്മാരെല്ലാം പറയുന്ന ഒരു സംഗതിയാണത്. ഇന്ത്യ ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ല, പ്രത്യേകിച്ച് മതനിന്ദാ കേസ് വരും, ഇവിടെ എല്ലാവരും എല്ലാം തൂക്കിക്കൊല്ലുമെന്നാണ് പറയണത്. ഒന്നുമല്ല, ഇയാൾക്കെതിരെ ഇവിടെ ആരും മതനിന്ദാ കേസ് കൊടുത്തിട്ടില്ല. നാളിതുവരെ ഈ യുക്തിവാദി ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരുന്നത് ഇവിടെ മതനിന്ദാ കേസിലാണ് ഇയാൾ വരാതിരുന്നത്. അത് വന്നാലാണ് പ്രശ്നമെന്ന്. പ്രമീള ദേവി എന്ന് പറയുന്നത് ദളിത് വംശയായ ഒരു സ്ത്രീയാണ്. അവർ കൊടുത്ത കേസിൽ വിസ തട്ടിപ്പ് കേസിലാണ് പുള്ളിയെ പിടിച്ചിട്ടുള്ളത്. അതും ഇന്റർപോൾ പിടിച്ചത്. ഇന്റർപോൾ മതനിന്ദാ കേസിനൊക്കെ കയറി പിടിക്കുമോ? ഇന്റർപോൾ പിടിക്കാനും മാത്രം ഇയാളെന്താ കൊലപ്പുള്ളിയാണോ? പണത്തട്ടിപ്പാണ്. പണത്തട്ടിപ്പിന് 2018 പുള്ളിക്കാരത്തി ഇവിടുന്ന് മെനക്കെട്ട് ഫിൻലാൻഡ് വരെ പോയി ഫിൻലാൻഡിലെ കോടതിയിൽ കേസ് കൊടുത്തു. പുള്ളിക്കെതിരെ വിധി സമ്പാദിച്ചു. പുള്ളി ഒളിച്ചു നടന്നു. പോളണ്ടിലിട്ടാണ് പിടിച്ചതെന്നാണ് അറിയുന്നത്. പോളണ്ടിൽ വിമാനത്താവളത്തിൽ വെച്ച് ഇയാൾ എയർപോർട്ടിൽ വരുന്ന സമയത്ത് കണ്ടാണ് ഒളിച്ചിട്ട് പിടിച്ചത്. അതും ഇന്റർപോൾ പിടിച്ചത്. അങ്ങനെ ലോകത്താദ്യമായി റെക്കോർഡിക്കലി ഈ ഒരു യുക്തിവാദിയെ ഇന്റർപോൾ പിടിച്ചിരിക്കുന്നു പൈസ തട്ടിപ്പിൽ, അതും വിസ തട്ടിപ്പിൽ. വിദേശത്തിരുന്ന് കൊണ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന നന്നാറികൾക്ക് ഒരു മറുപടിയാണ് പ്രമീള ദേവി കൊടുത്തത്. വിഷയത്തിലേക്ക് വരാം. പ്രമീള ദേവി ഒരു ഗവൺമെൻറ് സെക്രട്ടറി വർക്ക് ചെയ്തിരുന്ന സ്ത്രീയായിരുന്നു. അവരെടുത്ത് ആ ജോലി രാജിവെക്കാനും അവരുടെ മക്കളുടെ TC വാങ്ങാനും ഭർത്താവിൻ്റെ ജോലി രാജിവെക്കാനും TC വാങ്ങാനും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് 15 ലക്ഷം രൂപ കൈമാറി വാങ്ങി. കൂടുതൽ കൊടുത്തുകയാണ്, അവരെ കയ്യിൽ റെക്കോർഡ് 15 ഉള്ളൂ. കൊടുത്ത് വിസയ്ക്ക് ഏർപ്പാട് ചെയ്തു ഫിൻലാൻഡിൽ. എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് പൈസ എല്ലാം വാങ്ങിയെടുത്ത് പുട്ടടിച്ചിട്ട് സനൽ ഇടമറുക് പറഞ്ഞു വിസ ഇല്ല എന്ന്. പുള്ളിക്കാരത്തേക്ക് കൈമലത്തി കാണിച്ചു. സ്വന്തം വീട് പോയി, ജോലി പോയി, കുട്ടികളുടെ പഠിത്തം പോയി, എല്ലാം കൊണ്ട് കഷ്ടപ്പെട്ട ആ സ്ത്രീ തളരാതെ നേരെ വെച്ചു പിടിച്ചു സുഷമ സ്വരാജിൻ്റെ അടുത്തേക്ക്. 2018 അവർ സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാരത്തി അപ്പുറത്തെത്തി. ഉടനെ ഇയാൾ പറഞ്ഞു തീവ്ര ഹിന്ദുത്വ പ്രശ്നക്കാരാണ് എനിക്കെതിരെ നിൽക്കുന്നത് എന്ന്. സുഷമ സ്വരാജിന് അങ്ങനെ ഒരു ഭാഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇസ്ലാം കമ്മ്യൂണിറ്റിയിലായിരുന്നാലും മൊത്തത്തിൽ സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും മുൻപിട്ട് ഇറങ്ങി നിന്ന ഒരു നല്ല നേതാവാണ് അവർ, സുഷമ സ്വരാജ്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ, അങ്ങനെയാണ് ഇയാൾ പറഞ്ഞത്. ആദ്യം ക്രൈസ്തവ സഭയാണ് ഇതിൻ്റെ പിന്നിലൊന്നും. ക്രൈസ്തവ സഭയ്ക്ക് ഇവൻ്റെ കൂടെ എന്ത് കാര്യം? ഒന്നാമത്തെ കാര്യം, ജോസഫ് ഇടമറുക്, അതായത് സനൽ ഇടമറുകിൻ്റെ അപ്പനെ ഈ ക്രൈസ്തവ സഭ മഹറൂൺ ചൊല്ലി പുറത്താക്കി. ഇവൻ ജനിക്കുന്നതിന് മുമ്പേ തന്തയെ പിടിച്ച് പുറത്താക്കി. പിന്നെ ഇവൻ ജനിച്ചാൽ എന്ത്, ജനിച്ചില്ലെങ്കിൽ എന്ത്? ഇവൻ ആ മതത്തിൽ ഉണ്ടെങ്കിൽ എന്ത്, ഉണ്ടെങ്കില്ലെങ്കിൽ എന്ത്? ആ മതത്തിൽ ജനിച്ച ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. അതാണ് സിസ്റ്റർ സൂസിയും നമ്മുടെ ലിബിയും ഒക്കെ പറയുമ്പോൾ അവരൊക്കെ മടം ചാടികളാണ്. മഠത്തിൽ താമസിച്ചിട്ട് മഠം വിട്ടിറങ്ങി വന്ന ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികളായതുകൊണ്ട് അവരൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഫീൽ ചെയ്യുമെന്നും പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊക്കെ എതിരെ ശക്തമായി നിലകൊള്ളും. ക്രൈസ്തവ സഭയുടെ കാര്യമാണ്. പിന്നെ ക്രൈസ്തവ സഭയ്ക്ക് യേശപ്പനെ 4 പറഞ്ഞാൽ ആ മറിയച്ചേടത്തിയെ 4 പറഞ്ഞാലൊന്നും ഒരു പിണ്ണാകും ഇല്ല. അവർക്ക് അതൊന്നും ഒരു കാര്യവും ഇല്ല. യേശപ്പനെയൊക്കെ നമ്മൾ എന്തെല്ലാം പറയും. അത് മാത്രമോ നമ്മുടെ പിലാത്തോസ് അച്ഛനെയൊക്കെ നമ്മൾ എന്തെല്ലാം പറയണം, ആരെങ്കിലും മൈൻഡ് ചെയ്യണം? ഒന്നുമില്ല. അത് അവർക്ക് പ്രശ്നമില്ല. അവർക്ക് പ്രശ്നം എന്തെന്നറിയാം, അവരെ ബിഷപ്പന്മാർ ഇതുപോലെ എന്തെങ്കിലും കുത്തിക്കളി കാണിക്കും, അത് കണ്ടുപിടിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ കേസ് കൊടുക്കും. അതേപോലെ മടഞ്ചാടി പെണ്ണുങ്ങൾക്കെതിരെയും കേസ് കൊടുക്കും. കാരണം അവരൊക്കെ തുറന്നു പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഡേഞ്ചറാണ്, അതുകൊണ്ട് പറയും. അല്ലാതെ ഈ സല്ല അവർക്ക് എവിടെ ഇരുന്നൊരു പച്ചാളത്തിരുന്നൊരു പട്ടി കുറച്ചത് മുന്നേ അവർക്ക് എന്ത് പിണ്ണാക്ക് വരാൻ പോകണം? ഒന്നുമല്ല. പക്ഷെ സല്ല ഇടമറുക് ഇവിടെ പറഞ്ഞു വെച്ച എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മതനിന്ദാ കേസാണ്. ഒരു മതനിന്ദാ കേസും അല്ല. ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി അന്വേഷിച്ച സല്ല ഇടമറുകിൻ്റെ കേസ് അവിടെയുണ്ട്. 15,25,000 രൂപ കെട്ടിവെച്ചിട്ടുണ്ട്. വിസ തട്ടിപ്പ് നടത്തിയ കേസ്. ആ കേസിൽ ഇയാൾക്ക് വാറണ്ടുണ്ട്. വാറണ്ട് റദ്ദ് ചെയ്യാൻ വേണ്ടി 15,25,000 രൂപ കെട്ടിവെക്കേണ്ടി വന്നു യുക്തിവാദിക്ക്.
ഇവരൊക്കെ ആരെന്നറിയാം? തീവ്ര യുക്തിവാദികളാണ്. ഫിൻലാൻഡിൽ സ്ഥിരതാമസക്കാരായ ഇയാൾക്ക് ഈ നാട്ടിൽ കേസുണ്ടെങ്കിൽ ഭില്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു. എപ്പോഴെങ്കിലും സമ്മാനം വാങ്ങിക്കാൻ ഇങ്ങോട്ട് വരണമെന്നുള്ള ബോധം വേണം വെളിനാട്ടിലിരുന്നിട്ട് കുരയ്ക്കുന്നവർ. പിന്നെ ഇന്റർപോൾ പിടിക്കുന്ന ഒരു വിഷയം, ഇന്റർപോൾ എന്തുകൊണ്ട് പിടിച്ചു എന്നുള്ളത്. ഈ ആദ്യം ഇവിടെ നടക്കുന്ന ഈ രാജ്യത്തിരുന്ന് മറ്റൊരു രാജ്യത്തെ പറയുകയും മറ്റൊരു രാജ്യത്തിരുന്ന് ഈ രാജ്യത്തെ പറയുകയൊക്കെ ചെയ്ത് ഇന്റർപോളിന് ഒരു ഏജൻസിയാണ്. അവർക്കത് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് ഹാൻഡിൽ ചെയ്യും. പിടിച്ച് നാട്ടിൽ കൊണ്ടുവരാനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുക്കും. ഇപ്പോൾ 5 മാസമായിട്ട് പുള്ളി ജയിലിലാണ്. 5 മാസത്തോളമായി. അയാൾക്ക് മറ്റേ ഫിൻലാൻഡ് കോടതി ഓൾറെഡി അവിടുന്ന് ഇങ്ങനെ ഒരു വിധിയും വന്നിട്ടുണ്ട്. എന്തായാലും പെട്ടു, അപ്പീൽ പോയിട്ടുണ്ട്, പ്രയോജനമൊന്നുമില്ല, പൈസ കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ 15 ലക്ഷം രൂപ കെട്ടി വെച്ചിരിക്കുന്നല്ലോ, ഇതും ഇനിയിപ്പോൾ വാദിക്കാം. ചിലപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പൈസ തിരിച്ച് കിട്ടും. പക്ഷെ തെളിവുണ്ട്, അതുകൊണ്ടാണല്ലോ കേസ് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ക്യാഷ് കൊടുക്കേണ്ടി വരും, അവരോട് മാപ്പ് പറയേണ്ടി വരും. അവരെത്രത്തോളം നടന്നോ അത്രത്തോളം പൈസ അവന് കെട്ടി വെക്കേണ്ടി വരും. 25,000 രൂപയെന്ന് എക്സ്ട്രാ പറയുന്നത് അത് കോടതി ചിലവാണ്, കോടതി എക്സ്പെൻസ് ആണ്. അതൊന്നും അല്ലല്ലോ, എത്രയോ എക്സ്പെൻസ് ആയാണ്. വാശിക്ക് പുറത്ത് പ്രമീള ദേവി ചെയ്ത ഒരു വലിയ കാര്യമാണ്. ഇവന്മാരൊക്കെ തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വായ്ത്താളം അടിക്കണം എന്തിനാണെന്ന് അറിയാം. അതറിയില്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ തരാം. ആംനസ്റ്റി വിസ എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. അതായത് നമ്മളൊരു നാട്ടിലിരുന്നു കൊണ്ട് ആ നാട്ടിലെ മെജോറിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റി നമ്മൾ അധിക്ഷേപിക്കും, ഏത് കമ്മ്യൂണിറ്റി ആവട്ടെ അധിക്ഷേപിക്കുന്നു. അവിടെ നമ്മുടെ ലൈഫിന് ത്രെട്ട് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കേസ് വേണം. ഇപ്പം ഞാൻ ഇസ്ലാം കമ്മ്യൂണിറ്റിയെ പറയുന്നു, എനിക്കെതിരെ ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസ് കൊണ്ടുപോയി കൊടുത്താൽ ആംനസ്റ്റി വിസയിൽ എനിക്ക് വിദേശത്തേക്ക് പോകാം, മടങ്ങിപ്പോകാം. എന്നെ അവിടെ എടുക്കും, അതിന് വലിയ ചിലവൊന്നും ആകത്തില്ല. ഇനി എനിക്ക് അത്രയും എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷനോ ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എടുക്കും. അതാണ് കളി. അതാണ് ഇവരൊക്കെ പ്രാവർത്തികമാക്കാൻ നിൽക്കുന്നത്. ലവൻ പോയത് കണ്ടോ, ആരിഫ് KUNM പോയത് കണ്ടോ. ആംനസ്റ്റി വിസ ഈസി ആയിട്ട് അവനിക്ക് അപ്രൂവ് ആകും. അവൻ മുസ്ലിം ആയതുകൊണ്ടൊരു പ്രശ്നം, അവന് ആംനസ്റ്റി വിസ. അവനെതിരെ ഇവിടെ കേസ് വന്നു, ആ കേസിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് കൊടുത്തു, അവനെ അപ്പുറത്തേക്ക് എടുത്തു. അതാണ് നടന്നത്, അവന് വിസ കിട്ടും. അതേപോലെ തന്നെ കാമിത കളിക്കുന്നത് കാമിതയുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് ആംനസ്റ്റി വിസ കിട്ടും. അതേപോലെ നമ്മുടെ അലിയും അത് തന്നെയാണ് കളിക്കുന്നത്, മക്കൾക്ക് വേണ്ടിയിട്ടാണ്, കുട്ടികളെ വിദേശത്തേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പ്രശ്നമുണ്ടെന്നോ അയാൾക്കെതിരെ കേസും വരണം. അതാണ് അയാൾ കളിക്കുന്ന കളി. ഇവരൊക്കെ തട്ടിപ്പുകാരാണെന്നോ തെളിവാണ്. അലിയുടെ കാര്യം നമുക്കറിയില്ല, 5 ലക്ഷം രൂപയാണ് തട്ടിച്ചെടുത്തത്. മതത്തിൻ്റെ പേരും പറഞ്ഞു, മതനിന്ദയും മതത്തിൻ്റെ പേരും പറഞ്ഞ് 5 ലക്ഷം രൂപയാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ നിന്ന് തട്ടിയെടുത്തത് ലിയാക്കത്ത് തൊലി. അതേപോലെ ഈ പറയുന്ന സല്ലടമർഗർ 15 ലക്ഷം രൂപ. ഇനി ഇല്ല എന്ന് പറയരുത്, കേസ് വരുമ്പം മുട്ടിപ്പായിൽ ഓടേണ്ടി വരും എന്നുള്ളൊരു തെളിവാണ്. ആ പറഞ്ഞ കേസ് 5 ലക്ഷം രൂപ അയാൾ കൊടുത്തിട്ടുണ്ട്. അത് എന്തിൻ്റെതാണെന്ന് അവിടെ വാദം വരും. വിസ തട്ടിപ്പിൻ്റെ പേരിലാണ് പ്രമീള ദേവി ഇത് കൊടുത്തത്. പ്രമീള ദേവിയെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ ഒരുപാട് പേര് ഇദ്ദേഹം പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ബാക്കി കഥകൾ വരും പോലെ അറിയാൻ പറ്റും. എന്തായാലും യുക്തിവാദികൾ ഇത് വാർത്തയാക്കുകയോ ഇതെടുത്ത് പറയുകയോ ചെയ്യത്തില്ല. ഇന്റർപോൾ പിടിച്ചത് മതനിന്ദാ കേസിലാണ്. മതനിന്ദയാത്രേ, കാശ് വാങ്ങി പറ്റിച്ചിട്ട് അത് മതനിന്ദയെന്ന് പറഞ്ഞ് ഇത്രയും ദിവസം വലിപ്പിച്ച ഇവനുണ്ടല്ലോ, ഇവൻ എന്നെയും ഭരിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയെന്നറിയാം, പൈസയൊന്നുമല്ല. ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് 2019 2020 ഞാൻ അവിടെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരു യുക്തിവാദി ജയിലിൽ കിടക്കുന്നു, ഒന്ന് ഇറക്കി തരാൻ സഹായിക്കാമോ, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമോ. അപ്പോൾ എനിക്കവിടെ വീടുണ്ട്, എൻ്റെ വീട്ടിൽ ഞാൻ തനിച്ച് മാത്രമാണ് താമസം. അപ്പോൾ അവിടെ വേണമെങ്കിൽ ഒന്ന് നിൽക്കാൻ ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്തു തരാം, വണ്ടിയുണ്ട്. അപ്പം കോടതിയിലൊക്കെ പോകാനും കാര്യങ്ങളും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അങ്ങനത്തെ വർക്കുകൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ കൊണ്ടുപോകാം, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഈ റിസൾട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാനാണ് എടുത്തു കൊടുത്തത്. അന്ന് ഇയാൾ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ഗൾഫിലായിരുന്ന സമയത്ത്, ഗൾഫിൽ അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് എന്നോട് പറഞ്ഞത് ഇതിന് എനിക്ക് നാട്ടിൽ വരാക്കത്തില്ല, മതനിന്ദാ കേസുണ്ടത്, ചുമ്മാതെ ബുളൂസ. പിന്നീടാണ് അന്വേഷിക്കാൻ പറയുമ്പോൾ പ്രമീള ദേവി കൊടുത്ത കേസിൽ പുള്ളിക്കാരെ ഒളിച്ച് കിടക്കുകയാണെന്ന്. ഇത് ഓരോരുത്തരുടെയും ലൈഫ് ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ പലരും അവരവരുടെ സെൽഫിഷ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മുഖംമൂടി എടുത്തടഞ്ഞിരിക്കുന്നത്. അതായത് യുക്തിവാദി എന്ന മുഖംമൂടി. മരുന്ന് യുക്തിവാദമല്ല, ഒന്നുമല്ല, സെൽഫിഷ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് യുക്തിവാദികൾ. അവർ ഭയങ്കരമായിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ്. അങ്ങനെ ഒരുപാട് പേരെന്നോ സഹോദരൻ അയ്യപ്പൻ കറതീർന്ന യുക്തിവാദിയാണ്. നിങ്ങൾ പലേന അയ്യപ്പനെന്നോ വേറെന്തൊരു അയ്യപ്പനെന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ലൈഫ് കൊണ്ട് പ്രൂഫ് ചെയ്ത വ്യക്തികൾ ഒരുപാട് പേരുണ്ട് ഇവിടെ. അങ്ങനെ SNDPയുടെയൊക്കെ ആൾക്കാരെയൊക്കെ കുറേ പേരെടുത്ത് നോക്കിയാൽ ഏകദേശം എല്ലാം യുക്തിവാദം എന്താണെന്ന് അവരിൽ നിന്ന് പഠിക്കണം. അങ്ങനെയുള്ള യുക്തിവാദികളോട് ഭയങ്കര റെസ്പെക്റ്റാണ്, ഇഷ്ടമാണ്. അവർ സെൽഫിഷ് അല്ല. പക്ഷെ ഇപ്പോഴുള്ള യുക്തിവാദികൾ എന്ന പേരിൽ അഭിനയിച്ച് നടക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, വാണക്കേസുകളാണ്, വേറൊരു സെൽഫിഷ് പന്നലുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ അവരെ പോയി പെടുന്നത്. അവരവൻ്റെ പോക്കറ്റ് നിറയ്ക്കാനും വിയർപ്പിൻ്റെ അസുഖം തീർക്കാനും വേണ്ടിയിട്ട് അവന്മാർ കാണിക്കുന്ന കൂത്തുകൾ മാത്രമാണിത്. ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് കുറേ മണ്ണുണ്ണികൾ യവന്മാർക്ക് ഫോളോവേഴ്സായിട്ടും ഉണ്ട്.
അവർക്ക് മനസ്സിലാവുന്നതെന്ന് അറിയോ, അയ്യോ ഭയങ്കര ചിന്താധാരയാണ്, ഇത്രയും വിശാലമായ ചിന്താധാരയുള്ള യുക്തിവാദികളല്ലേ അവരെ ഇങ്ങനെ ആക്രമിക്കുന്നത് കണ്ടു, മതബോധമുള്ള മതഭ്രാന്തന്മാർ ആക്രമിക്കുന്നത് കണ്ടു. ആന ചേന കോട മാട ഇതൊന്നുമല്ല, അവന്മാർക്ക് വിയർപ്പിൻ്റെ അസുഖമാണ്, ജോലി ചെയ്യാൻ വയ്യ, അതിനാണ് ഈ പേക്കൂത്ത് അത്രയും കാണിക്കുന്നത്. ഏതായാലും ഈ ഇൻഫോർമേഷൻസും സനൽ ഇടമറുക്ക് 15,25,000 രൂപ കെട്ടിവെച്ച കാര്യവും ലോകത്ത് ഒരാളും അറിയാനും പോകുന്നില്ല, പബ്ലിക്കിൽ വരികയില്ല. ഏതായാലും ന്യൂസ് ഗില്ലിൽ ന്യൂസ് വന്നിട്ടുണ്ട്, ഞാൻ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത്. അറിഞ്ഞ കുറേ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. പിന്നെ കാത്തോലിക്ക സഭയാണ് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ കാത്തോലിക്കയല്ല, ഒന്നുമല്ല, ഇവൻ്റെ അച്ഛനും കാത്തോലിക്കയല്ല. ഇനിയിപ്പോൾ അവർ കേസ് കൊടുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇവൻ വല്ലവരെയും പീഡിപ്പിക്കണം, അല്ലാതൊന്നും നടക്കത്തില്ല. പിന്നെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് എനിക്ക് പറയാനുണ്ട്. കൈവെട്ട് കേസ്, കാൽവെട്ട് കേസ് എന്നൊക്കെ പറയുന്നത് ഫ്രാൻസിസ് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, അറിയുമോ എന്തോ. ഫ്രാൻസിസ് ആലപ്പുഴ സ്വദേശിയാണ്. പുള്ളി യുക്തിവാദിയായിരുന്നു. യുക്തിവാദിയായ അച്ഛൻ്റെ 16 വെട്ട് വെട്ടിയിട്ടുണ്ട് കാത്തോലിക്കന്മാർ. എന്തിനെന്നറിയാമോ? യേശപ്പനെ പറഞ്ഞതുകൊണ്ടോ യുക്തിവാദം പറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല. പ്രശ്നം ബിഷപ്പന്മാരിൽ ഒരാളെ പറഞ്ഞു. അവിടെ തന്നെയുള്ള വേറൊരു ഫ്രാൻസിസ് ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന ആളിൻ്റെ കൊച്ചുങ്ങളാണ് അവിടുത്തെ അനാഥാശ്രമത്തിലുള്ളതെന്നും മിണ്ടാമഠത്തിലെ കന്യാസ്ത്രീമാരെ പീഡിപ്പിച്ചിട്ടാണ് അവർ പെറ്റ കൊച്ചുങ്ങളാണ് അതൊക്കെ എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുക മാത്രമല്ല തെളിവും കൊണ്ടുവച്ചു. പുള്ളിയെ 16 തുണ്ടം അങ്ങ് വെട്ടി. കൈ മാത്രം കാല് മാത്രമൊന്നും അല്ല, 16 തുണ്ടം വെട്ടിയിട്ടിട്ടാണ് ഫ്രാൻസിസ് അച്ഛന്. അപ്പോൾ വെട്ടൽ ആദ്യം തുടങ്ങിയതിൽ അവറ്റാളാ, എന്നിട്ട് പറയണ മുഴുവൻ ഇങ്ങോട്ടുള്ളത് രണ്ടും തീവ്രവാദം തന്നെ. എന്നാലും ഞാൻ പറയണമെന്നേ ഉള്ളൂ, അവരില്ല ഇവർ ഡീസൻ്റ് എന്ന് പറയുമ്പോൾ. പിന്നെ സംഖ്യയുള്ള കേസിൽ പിന്നെ നമ്മളൊന്നും പറയണ്ട, പൂർണ്ണമാണ്. തീ കത്തിച്ച് കളിപ്പാണ് ഓരോ പരിപാടി. ഒരു പാവപ്പെട്ടവൻ ബൃഹാൻസൻ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ് പാവപ്പെട്ട മനുഷ്യരെ, മിഷണറി പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികളെയും കൂടെ തീയിട്ടങ്ങ് കൊന്നുകളഞ്ഞ മഹാന്മാരാണ് RSSകാർ. ആകെ മൊത്തം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ആരും ആരെയും പറയത്തില്ല. ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഇസ്ലാമിനെ മാത്രമാണെന്നേ ഉള്ളൂ. അത് എന്ത് വാഴയാണെന്ന് മനസ്സിലാവും. ഇടമറുകും അങ്ങനെ തന്നെ ഹിന്ദുത്വത്തിനെ വളരെ സോഫ്റ്റനായിട്ടേ പറയുള്ളൂ. ക്രൈസ്തവർ തീരെ പറയാറില്ല. ഏറ്റവും കൂടുതൽ പറയണ മുഴുവൻ മുസ്ലിംസിനെയാണ്. അയാൾക്ക് മുസ്ലിമിനെ കൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാണ്. എന്താ ഫിൻലാൻഡിൽ പോയി കിടക്കുന്ന ഇവനെ മുസ്ലിങ്ങൾ പിടിച്ച് കടിച്ചാൽ എന്തോ. ഇത് നമ്മൾ പറയാതിരിക്കുന്നത് ഒരു നീതിയെല്ലാം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അന്വേഷിച്ചാൽ അറിയാം, നുണയല്ല. ഇങ്ങനെ കുറേ കള്ളന്മാർ നമുക്കിടയിലുണ്ട്. അവരെ മുസ്ലിങ്ങൾ അടിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കൾ തല്ലുന്നു, ക്രൈസ്തവർ കൊല്ലുന്നു, വെട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളുടെ ഉള്ളിലേക്ക് അനാവശ്യമായ ഒരു ഭീതി ഉണ്ടാക്കിയിട്ട് കൊടുത്തുകൊണ്ട് അതിനെതിരെ ശക്തമായി നിലകൊള്ളാൻ അവരെ ആഹ്വാനം ചെയ്തുകൊണ്ട് നാടിന് ദോഷകരമായ രീതിയിലുള്ള വിമർശന ബുദ്ധിയോടുകൂടി ഇരുന്ന് വൃത്തികേട് പറയുന്ന കുറേ ചെന്നായിക്കൾ. എല്ലാറ്റിനും കിട്ടട്ടെ, എല്ലാറ്റിനെയും പിടിച്ച് അകത്തിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.